എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നും നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹെയർ ഡൈ, അതായത് നാച്ചുറൽ ഹെയർ ഡൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഇട്ടത്. ഇന്ന് നല്ലൊരു ഹെയർ പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മുടി നല്ല കറുപ്പാകുന്നൊരു ഹെയർ പായ്ക്കാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഡൈ അലർജി ഉള്ളവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഡൈ ഒക്കെ ഇട്ടിട്ടും അതുപോലെ തന്നെ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്ത ഹെയറുകാർക്ക് ഇത് പെട്ടെന്ന് പിടിക്കത്തില്ല. പ്രത്യേകിച്ച് സ്മൂത്തനിങ് ഹെയറുകാർക്കൊന്നും ഇത് പിടിക്കാനൊരു ചാൻസും ഇല്ല. കാരണം അവരുടെ മുടി ഓൾറെഡി എന്താ പറയുക, സ്മൂത്തനിങ് ചെയ്ത ആ ക്രീം ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് പിടിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് പിടിക്കുന്നതായിരിക്കും. 100% റിസൾട്ടുള്ളൊരു ഹെയർ പായ്ക്കാണ്. നല്ല രീതിയിൽ മുടി കറക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും നല്ല കമൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. വീഡിയോസ് എല്ലാം നന്നായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇടുന്നത്. അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഹോം റെമഡീസാണ് ഞാൻ ഇട്ട് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം നല്ല നല്ല ബ്യൂട്ടി ടിപ്സുകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും നമുക്കൊരു ഹെയർ പായ്ക്ക് എങ്ങനെയാണ്, മുടി കറക്കാനുള്ള ഹെയർ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പായ്ക്കാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു ലൈക്ക് തരിക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോയും മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. നമുക്ക് ഉപകാരം എന്നതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്നുള്ള ഒരു നല്ല മനസ്സോടുകൂടി ഒരു ലൈക്ക് തരിക. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു മുടി കറക്കുന്ന ഒരു ഹെയർ പായ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല, താരം പോകാനായിട്ടും മുടി വളർച്ചയ്ക്കും എല്ലാം ഉള്ള ഒരു ഹെയർ പായ്ക്ക് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പല സാധനങ്ങളും. നമ്മൾ മുടിയിൽ തേക്കാനായിട്ടും മുഖത്ത് തേക്കാനായിട്ടും ഒക്കെ നമ്മളൊന്നും അധികം ആരും ഉപയോഗിക്കാറില്ല. എല്ലാവരും കെമിക്കലിൻ്റെ പുറകെയുള്ള ഓട്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കെമിക്കൽ ഉപയോഗിക്കുന്നവരും ഇത് ഉപയോഗിച്ച് പോവാം. കാരണം അവർക്ക് വേറെ യാതൊരു സൈഡ് എഫക്റ്റും കാര്യമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഒരു ഹെയർ പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വാ. അപ്പോൾ നല്ലൊരു ഹെയർ പായ്ക്കാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത്. ഡൈ അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ എന്താ പറയുക, ഡൈ അലർജി ഉള്ളവർ ഒക്കെ ആണെങ്കിൽ ഇത് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ ഹെയർ പായ്ക്കൊക്കെ യൂസ് ചെയ്ത് പോകുന്നതാണ്. വെറുതെ നമ്മുടെ മുടി വെറുതെ കളയുന്നത് എന്തിനാണ്? കാരണം ഒരുപാട് ഹെയർ ഫോൾസും ഡാൻഡ്രഫും തല ചൊറിച്ചിലും അതുപോലെ തന്നെ നീർവീഴ്ചകൾ, മുഖത്തൊക്കെ നീരുണ്ടാവും ഡൈ അലർജി മൂലം. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒരിക്കലും പിന്നെയും ഡൈ ഉപയോഗിച്ച് പ്രശ്നമാക്കരുത്. അലർജി വന്നു കഴിഞ്ഞാൽ പിന്നെ മാറത്തേയില്ല. നിങ്ങൾക്ക് എല്ലാവരും ബ്ലഡിലേക്ക് കലർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു ഹെയർ പായ്ക്ക്. അതുപോലെ തന്നെ സ്മൂത്തനിങ് ചെയ്ത ഹെയറിൽ ഇത് പിടിക്കത്തില്ല. ഓൾറെഡി ക്രീം ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പായ്ക്ക് ഒരിക്കലും അവർക്ക് പിടിക്കത്തില്ല. നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് ഇതുപോലെ കറുപ്പ് കിട്ടാനായിട്ടും നല്ലപോലെ വോളിയം തോന്നിക്കാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും ഒക്കെയുള്ള നല്ലൊരു പായ്ക്കാണ്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കാം. 1 കപ്പെന്ന് പറയുമ്പോൾ ഏകദേശം 2 സ്റ്റീൽ ഗ്ലാസ് നിറച്ചുള്ള വെള്ളമാണ്. ചെറിയ കപ്പ് വെള്ളമല്ല, 2 സ്റ്റീൽ ഗ്ലാസ് നിറച്ചിട്ട് ചെറിയ സ്റ്റീൽ ഗ്ലാസ് നിറച്ചുള്ള ഒരു വെള്ളമാണ് ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന 4 ടീസ്പൂണോളം തേയിലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ടും തേയിലപ്പൊടി ഇതുപോലെ തേയില വെള്ളം തണുപ്പിച്ചിട്ട് തല കഴുകുന്ന ഒരു കണ്ടീഷണറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. തലമുടി വളർച്ചയ്ക്കും മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. ഒരു നാച്ചുറൽ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഈ തേയിലവെള്ളവും തേയിലപ്പൊടിയും ഒക്കെ നമുക്ക് ഹെണ്ണയ്ക്കകത്തൊക്കെ മിക്കവാറും മിക്സ് ചെയ്യുന്ന തേയിലപ്പൊടിയാണല്ലോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കുന്നത് 2 കൈപിടി തുളസിയില കഴുകിയതിന് ശേഷമാണ് ചേർക്കേണ്ടത്. അപ്പോൾ തുളസിയിലൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മുടെ തലയിലെ അലർജി മാറാനായിട്ടും ഡാൻഡ്രഫ് മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി കറക്കാനായിട്ട് നല്ലതാണ്. നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പം നമ്മുടെ തുളസിയിലയും പനിക്കൂർക്കയിലായിട്ടൊക്കെ എണ്ണ കാച്ചാറുണ്ട്. ജലദോഷത്തിനും ചുമയ്ക്കും തൊണ്ടയ്ക്ക് വേദനയ്ക്കും ആവി പിടിക്കാനും മാത്രമല്ല ഈ ഒരു തുളസിയില നമ്മുടെ ഹെയറിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ 2 കൈപിടി തുളസിയില കഴുകിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെക്കുക.
ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പം നല്ല രീതിയിൽ 5 മിനിറ്റ് ആണെങ്കിലും കൊള്ളാം, ഇത് വറ്റുന്നിടം വരെ, ഇത് പകുതി വറ്റി, നമ്മൾ കഷായമൊക്കെ വറ്റിച്ചെടുക്കത്തില്ലേ കുറുക്കി, അതേ രീതിയിൽ വറ്റിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇലയെല്ലാം വെന്തു, തേയിലപ്പൊടിയുടെ സത്തെല്ലാം ഇറങ്ങി പകുതിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെച്ച വെള്ളത്തിൻ്റെ പകുതിയായിട്ട് കിട്ടണം, നല്ല കുറുകി കിട്ടണം, അത് നല്ല കൊഴുപ്പോട് കൂടി തന്നെ നമുക്കത് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചൂട് മാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ കണ്ടോ, ഇത് 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടും. 1/2 ഗ്ലാസ് തേയില വെള്ളം എല്ലാം കൂടെ മിക്സായിട്ട് 1/2 ഗ്ലാസ് കിട്ടും നമുക്ക്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഹെന്നയാണ്, ഹിമാലയയുടെ ഹെന്നയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നാച്ചുറൽ ഹെന്ന. നിങ്ങൾക്ക് വെളുത്ത മുടി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കളർ ഹെന്ന ഉപയോഗിക്കുക. എനിക്ക് വെളുത്ത മുടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാച്ചുറൽ ഹെന്നയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പായ്ക്ക് എന്ന രീതിയിലാണ് ഞാൻ ഇടുന്നത്. മുടി വെളുക്കാതിരിക്കാനായിട്ടും അകാലനര തടയാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, മുടി വളർച്ചയ്ക്കും മുടി വോളിയം കൂട്ടുന്നതിനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു പായ്ക്ക്. ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. നാച്ചുറൽ ഹെന്ന പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക, എത്ര മുടി വളർക്കുക അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയും ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടി പൊഴിച്ചിലിനും മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്കാപ്പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ വില കുറച്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ്. ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്ന വെറും ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് നല്ല ക്വാളിറ്റി നോക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് പിന്നെ നമ്മുടെ ഇൻഡിഗോ പൗഡറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡിഗോ പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഇൻഡിഗോ പൗഡർ പല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഡിഗോ പൗഡർ മേടിക്കുമ്പോൾ ഒരു പച്ച കളറിലാണ് നന്നായിട്ടിരിക്കുന്നത്. ആ കളർ കുറവാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിഗോ പൗഡർ അല്ലെന്ന് വിചാരിച്ചോണം. പണ്ട് ഞാൻ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് ഇൻഡിഗോ പൗഡർ വാങ്ങിച്ചപ്പോഴത്തേനും കളറൊന്നും ഇല്ലായിരുന്നു, വെറുതെ എന്തോ ഒരു കളർ, പച്ച നിറമൊന്നും ഇല്ലാതെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. അപ്പം ഞാനത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അങ്ങനെ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം, അതായത് നമ്മുടെ തേയിലപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയില എല്ലാം കൂടെ തിളപ്പിച്ച് കുറുക്കിയെടുത്ത ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ വെള്ളം മൊത്തം ഒഴിച്ചിട്ട് അങ്ങ് കുഴക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മുടെ മുടിയിൽ തേക്കാനായിട്ടുള്ള ഒരു പരുവമുണ്ട്, അതിൽ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ എന്ത് തേച്ചാലും കാര്യമില്ല, മുടിയിൽ നിന്ന് ഒഴുകി പോകും. ചിലർ ഹെന്ന മിക്സ് ഒക്കെ ഇട്ട് തലയിലിരിക്കുന്ന കാണത്തില്ലേ, ഇതിലെല്ലാം ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ആവരുത്. ഒരു പായ്ക്കുന്ന രീതിയിൽ നമ്മൾ മുടിയിൽ നമ്മുടെ കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഒരു ചീനച്ചട്ടി, വെളുത്ത മുടി ഉള്ളവർ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇത് ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ദിവസം മൊത്തം അടച്ചു വെക്കുക. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല കറുപ്പ് നിറമായിരിക്കും. അപ്പം ഞാനിത് ഒരു പായ്ക്കുന്ന രീതിയിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി വെളുത്ത മുടി ഇല്ലാത്തവർക്ക് ഒരു പായ്ക്കുന്ന രീതിയിൽ ഇട്ട് പോകാം. മുടി കറക്കാതിരിക്കാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും മുടിയിലെ ഹെയർ ഫോൾസൊക്കെ മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. താരനൊക്കെ കുറയും. അങ്ങനെ വേണം നിങ്ങൾക്ക് ഇട്ട് പോകാം. അപ്പം ഞാൻ അങ്ങനെ രീതിയിലാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കലക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാനിത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്തത്. വെളുത്ത മുടിക്കാരെ ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് തലയിൽ ഇട്ട് കൊടുക്കുക. തലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒട്ടും എണ്ണമയം കാണരുത്. എണ്ണമയം ഉണ്ടെങ്കിലോ ക്രീമിൻ്റെയോ അതിൻ്റെ ഇതോ അംശമൊക്കെ ഉണ്ടെങ്കിലൊന്നും നമ്മുടെ തലയിൽ പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്മൂത്തനിങ് ചെയ്ത ഹെയറിലും സ്ട്രൈറ്റനിങ് ചെയ്ത ഹെയറിലും ഒന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഹെയർ പായ്ക്കുന്ന രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്തത്. കാരണം വെളുത്ത മുടി ഇല്ലാത്തതുകൊണ്ട് മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇതുള്ള മുടിയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പായ്ക്കുന്ന രീതിയിൽ ഇട്ട് പോകാം. മുടി കറക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കി അതൊന്ന് മിശ്രിതം ഒന്ന് കറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വെളുത്ത മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി മൊത്തമായിട്ടും ഹെന്ന പായ്ക്ക് പോലെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത മുടി ഉള്ളിടത്ത് മാത്രമാണ് തേച്ച് കൊടുക്കാം. തേച്ച് പിടിപ്പിക്കുക, നല്ല കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാനധികം കട്ടിക്കൊന്നുമില്ല ഇട്ട് കൊടുക്കുന്നത്, കാരണം എനിക്ക് അത്രയും തികയത്തില്ല മുടി മൊത്തം ഇടാനായിട്ട്. അപ്പം ഞാൻ മൊത്തം ഫ്രണ്ടിലോട്ടും എല്ലാം ഈ നര വരുന്ന ഭാഗങ്ങളൊക്കെ ഫ്രണ്ട് നരയാണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നര വരാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതലും ഫ്രണ്ടിലാണ് തേച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ബാക്കിലോട്ടൊക്കെ തേച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം.
എന്നിട്ട് നല്ലൊരു പായ്ക്കായിട്ട് നിങ്ങൾക്ക് വെളുത്ത മുടിയിലെല്ലാം തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അടിക്കാം. ഞാനിത് 1 മണിക്കൂറിന് ശേഷം കഴുകി കളയുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ മുടി കറക്കാനായിട്ടും മുടിക്ക് വോളിയം കിട്ടാനായിട്ടും ഒക്കെ എല്ലാം നല്ലൊരു പായ്ക്കാണ്. ഹെയർ പായ്ക്ക് ഉണ്ടാക്കുന്ന കണ്ടല്ലോ, അതിനകത്ത് ചേർത്തേക്കുന്ന തേയില നമ്മുടെ മുടിക്ക് കളർ കിട്ടാനായിട്ടും കറുപ്പ് കിട്ടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. തേയില നമ്മൾ എന്താ പറയുക, ഹെന്ന പൗഡറിനകത്തൊക്കെ മിക്സ് ചെയ്യുന്നൊരു സാധനമാണ് മുടി കറക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തുളസിയില ഒത്തിരി നല്ലതാണ്, ഡാൻഡ്രഫ് മാറാനായിട്ടും അതുപോലെ തന്നെ മുടി കറക്കാനായിട്ടും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും ഫംഗൽ ഡിസീസൊക്കെ ഫംഗൽ ഇൻഫെക്ഷനും ഹെയറിലുള്ള സ്കാൾപ്പിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് തുളസിയില, പനിക്കൂർക്കയിലൊക്കെ. ഇതിനോട് വേണമെങ്കിൽ നമുക്ക് പനിക്കൂർക്കയില ഇടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ തുളസിയുടെ ഗുണം ഒത്തിരിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തുളസിയുടെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്, നമ്മുടെ മുഖത്തിന് ഒത്തിരി നല്ലതാണ് തുളസിയില. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ജലദോഷം, പനി, ചുമ അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ ആവി പിടിക്കാനായിട്ടും തുളസിയില കാപ്പി വെച്ച് കുടിക്കാനായിട്ടും ഒത്തിരി ഗുണങ്ങളുണ്ട് തുളസിയിലേക്ക്. അപ്പോൾ നമ്മുടെ മുടിക്കും ഒരുപാട് നല്ലതാണ് തുളസിയില. അപ്പോൾ തുളസിയില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെന്ന പൗഡർ നിങ്ങൾക്ക് എന്താ പറയുക, നല്ല വെളുത്ത മുടിക്കാരാണെങ്കിൽ നിങ്ങൾ കളർ ഹെന്ന മേടിച്ച് ഉപയോഗിക്കുക. ബെർഗാണ്ടി കളർ ഹെന്ന എന്ന് പറഞ്ഞ് കിട്ടും. ബെർഗാണ്ടി കളർ ഹെന്ന എന്ന് പ്രത്യേകമുണ്ട്, അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. അപ്പം ഞാൻ നാച്ചുറൽ ഹെന്നയാണ് ഉപയോഗിക്കുന്നത്, കാരണം എനിക്ക് വെളുത്ത മുടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നാച്ചുറൽ ഹെന്ന. വെളുത്ത മുടി ഇല്ലാത്തവർ നാച്ചുറൽ ഹെന്ന ഉപയോഗിച്ചാൽ മതി. വെളുത്ത മുടി ഉള്ളവർ കളർ ഹെന്ന ഉപയോഗിക്കുക. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നെങ്കിൽ വാട്സാപ്പിൽ വന്നതിനോട് ചോദിക്കാം, ഞാൻ ഹെന്നയുടെ അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരാം. നല്ല ഹെന്നയുടെ നമുക്ക് ഉപയോഗിക്കാവുന്ന, അതായത് നല്ല മുടി നല്ല ബ്ലാക്ക് ആകാനായിട്ടുള്ള ഒരു ഹെന്നയുടെ പറഞ്ഞു തരാം. എന്നോട് നമ്മൾ കുറച്ച് സാധനം കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ബ്ലാക്ക് ആയിട്ട് വരുന്നത്, അതായത് വെളുത്ത മുടി കറക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ നമുക്കിടാം, ഒരു കുഴപ്പവും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡെയിലി, അതായത് ആഴ്ച തോറും ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 വട്ടങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വെളുത്ത മുടി കറുത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇത് മുടിയുടെ ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. വെറുതെ ഡൈ അലർജിയൊക്കെ പിടിച്ചിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കെമിക്കൽസ് വാങ്ങിച്ച് വാരി തേക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമുക്ക് ഇതുപോലുള്ള വീട്ടിലുള്ള പായ്ക്കൾ ഉണ്ടാക്കി തേക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് രീതിയിൽ അത് കൂട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ വേണ്ടവർ മറക്കല്ലേ വരാനായിട്ട്. നമുക്ക് ഹെയർ ഓയിലിന് ഒത്തിരി നല്ല റിസൾട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.